ഹായ് വെൽക്കം. ഇന്ന് നമ്മൾക്ക് സമ്മിഫ്, അതായത് നമ്മൾക്ക് ഒരു ഡാറ്റ ഉണ്ട്. ഇവിടെ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്രൂട്ട് പല റിപ്പീറ്റിംഗ് ഉണ്ട്, മാംഗോ, ഓറഞ്ചൊക്കെ റിപ്പീറ്റിംഗ് ഉണ്ട്. ഇത് ഇങ്ങനെയുള്ള ഒരു വലിയൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിലിപ്പം മാംഗോ തന്നെ പല റിപ്പീറ്റിംഗ് ഉണ്ട്, ബനാന പല റിപ്പീറ്റ് ഉണ്ട്. ഇത് എങ്ങനെ സമ്മിഫ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഐറ്റംസും എത്ര എമൗണ്ട് വിറ്റു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, ഇതിപ്പം പിവറ്റ് റിപ്പോർട്ടിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് പിവറ്റ് റിപ്പോർട്ടിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടും വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇവിടെ ലഭ്യമാണ്, കിട്ടി. ഇത്ര തന്നെയാണ്. നമ്മൾ ഏതായാലും ആ ഡാറ്റ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇത് പിവറ്റ് റിപ്പോർട്ടിംഗ് ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. അത് നമ്മളെ മാസ്റ്റർ ഡാറ്റയിലേക്ക് നമ്മൾ ഇവിടെ ദൂരെ എവിടെയെങ്കിലും നമ്മൾ കോപ്പി ചെയ്ത് വെക്കുകയാണ്, പിന്നീടുള്ള റെഫറൻസിന് വേണ്ടി മാത്രം. ഓക്കെ, നമുക്കിവിടെ ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് പിവറ്റ് റിപ്പോർട്ടിംഗ് അല്ല, നമുക്ക് സം ഇഫ്, അതായത് ഒരു പ്രത്യേക കണ്ടീഷൻ കറക്റ്റ് ആകണമെങ്കിൽ മാത്രം അതിൻ്റെ സമ്മ് കിട്ടണം, സം ഇഫ് അത് കിട്ടണം. നമുക്കിവിടെ അതിന് വേണ്ടത് ഈ ഓരോന്നിൻ്റെയും യുണീക്കായിട്ടുള്ള ഐറ്റം നെയിം ഇവിടെ വരണം. ഇത് യുണീക്ക് ഐറ്റംസ് നെയിമാണ്, കാരണം ബനാന, ഗ്രേപ്പ്, ജാക്ക് ഫ്രൂട്ട്, മാംഗോ, അങ്ങനെ 6 ഐറ്റംസാണ് ഉള്ളത്. അതിൻ്റെ റിപ്പീറ്റിംഗ് വന്നുകൊണ്ട് ഇതിൽ കുറേ കാണുന്നത്. അപ്പം അതെടുക്കാനുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ കോപ്പി ചെയ്യാം. ഇത് പിവറ്റ് റിപ്പോർട്ടിങ്ങിൽ കിട്ടിയ പോലെ എടുക്കാം, അതല്ലെങ്കിൽ കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ശേഷം ഡാറ്റയിൽ പോവാം. ഈ സെലക്ഷൻ വെച്ചുകൊണ്ട് ഡാറ്റയിൽ പോയിട്ട് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് അടിക്കാം. കോളം, ഈ ഒരു കോളം മാത്രമേ ഉള്ളൂ. സെലക്ട്, ഓക്കെ, സെയിമാണ്. ഓക്കെ, ഇപ്പം ഫ്രൂട്ട്സ് കിട്ടി. ഇനി നമ്മൾക്ക് വേണ്ടത് സം ഇഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്, സം ഇഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ സം ഇഫ്, ഇവിടെ ഓൾ ആണെങ്കിൽ നമ്മൾ ഫാസ്റ്റായിട്ട് സം അടിച്ച് കഴിഞ്ഞാൽ സം ഇഫ് തൊട്ട് താഴെ സം ഇഫ് എടുക്കുന്നു. സം ഇഫ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക, റേഞ്ച്, ടോട്ടൽ റേഞ്ച് സെലക്ട് ചെയ്യുക. ഈ റേഞ്ച് കോൺസ്റ്റൻ്റായി വെക്കാൻ വേണ്ടി F4 അടിക്കുക, അപ്പോൾ $സൈൻ പോകും. ശേഷം ക്രൈറ്റീരിയ മാംഗോ, ഈ കോളാണ് ഇവിടെ വരേണ്ടത്, അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. ഇനി റേഞ്ച്, സം റേഞ്ച് ഇത്രയാണ് കൂട്ടിയെടുക്കേണ്ടത്, കറക്റ്റായിരിക്കണം. ഇവിടെ ഏതാണ് സെലക്ട് ചെയ്ത് അതേ റേഞ്ച് F4 അടിക്കുന്നു. F4 അടിച്ച് അതും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. ശേഷം അത് വലിച്ചിടുന്നു. നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ഇവിടെ ഈ രണ്ട് ഫിഗറും തമ്മിൽ മാച്ച് ആകുന്നുണ്ട്. നമുക്കറിയാം ഇത് പിവറ്റ് റിപ്പോർട്ടിംഗ് ഉപയോഗിച്ചെടുത്താണ്, ഇത് സം ഇഫ് ഉപയോഗിച്ചെടുത്താണ്. ഇതിൽ തന്നെ പൈനാപ്പിളിനെ ഒന്ന് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ എമൗണ്ട് മാറുന്നത് നോക്കാം. മാറുന്നുണ്ട്. Ctrl+Z അടിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പിവറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ വാല്യൂ പേസ്റ്റ്, സ്പെഷ്യൽ വാല്യൂസ് ആക്കിയിട്ട് പേസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് മാറുന്നില്ല. അതേസമയം ഇത് നമുക്കിവിടെ ചേഞ്ചസ് വരുത്തുന്നതിനാണ് കണക്കായിട്ട് നമുക്കിത് മാറ്റും. ഗ്രേപ്സ് ഓരോന്നായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ സം ഇഫ് വളരെ സിമ്പിളാണ്. ചില അവസരങ്ങളിൽ നമുക്ക് സം ഇഫ് ആയിരിക്കും പിവറ്റ് റിപ്പോർട്ടിനേക്കാളും ഉപകാരപ്രദമാവുക. അതുകൊണ്ടാണ് സം ഇഫ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.